അസ്സലാമലൈക്കും, നമസ്കാരം. പെറ്റ് ക്യാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കിളിക്കൂടൊക്കെ ഒന്ന് കാണാൻ പോവല്ലേ. അപ്പോൾ നമ്മളെ കോഴിക്കോട് കിളിക്കൂടും 4 മാസമായിട്ട് വല്ലാതെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു. നമ്മൾ കുറച്ച് വീട്ടിൽ ഇരിക്കാനായിരുന്നു, എങ്കിലും കൂടുതൽ ശ്രദ്ധ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് ഈ പെൻഡക്കിൻ്റെ കുട്ടികളെ വിൽക്കാനുണ്ട്, മുയൽ വിൽക്കാനുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കണ്ടോളി, അതിനനുസരിച്ച് നമ്പറിൽ വിളിക്ക്, നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കിളികളുണ്ട്, എല്ലാം വിൽക്കൂട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, കാര്യം പറയാം. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും കുറഞ്ഞ വിലക്ക് തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പറയട്ടോ. 10-12 മുയലും കുട്ടികളുണ്ട്. ഇത് തള്ളാരട്ടാ. തള്ളാരെ നിർബന്ധമാണെങ്കിൽ തരും, അല്ലാത്തതാ. ഇതൊക്കെ അവരൊക്കെ ചെറിയതാ. അവർ ചെറിയതുണ്ട്, അതിലും ചെറുതിനുണ്ട്. ഉണ്ടല്ലേ, അതാ ചെറുതാണ്, അതിലും ചെറുതുണ്ട് കേട്ടോ. അവിടെയൊക്കെ മടി ഒരു മാളുണ്ടാക്കി ഒഴിച്ചേക്കാണ്. അവർക്ക് മാളം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട്, അതിലും ചെറിയ, ഏറ്റവും ചെറുത്. അപ്പോൾ വലുത് വേണമെങ്കിൽ വലുത് തരാം, ചെറുത് വേണമെങ്കിൽ ചെറുത് തരാം. ആവശ്യക്കാരുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്ക് തരും കേട്ടോ. അതാ. അപ്പോൾ നമ്മൾ 5-8 പെൻഡക്കിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. ഇതും കൊടുക്കാനുള്ളത് തന്നെയാണ്. അത് ഒരാഴ്ച കൂടി കഴിഞ്ഞോട്ടെ വെച്ചിട്ടാണ് പറയാത്തത്. ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം, പറഞ്ഞിടാം. എന്നാൽ പിന്നെ ആർക്കും കൊടുക്കൂല. കാരണം ഇപ്പോൾ വിരിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ട് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടുക, ഫോൺ ചെയ്യുക. നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറിൻ്റെ ഒപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ബുക്ക് ചെയ്തിട്ടാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി. കോഴിക്ക് വിരിഞ്ഞാണ്. അപ്പോൾ അതാ വേണ്ടില്ല. ലവ് ബേഡ്സ് ഇഷ്ടമായുണ്ട് കണ്ടാ. കണ്ടില്ലേ, ലവ് ബേഡ്സ് ഇഷ്ടമായുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടിലെ പ്രത്യേകത അറിഞ്ഞാൽ നമ്മൾ സ്വയം ഇതേമാതിരി ചെറിയ കൂട്ടിലാക്കുന്നില്ല കേട്ടോ. കണ്ടാ, ആ ഇരിക്കുന്നു. അതിപ്പോൾ വിരിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതിനുകൊണ്ട് ശാശ്വതമായിട്ട് പാറാൻ പെയ്യ. അതും കൂട്ടിലുണ്ട്. കണ്ടാ, നമ്മളെ കൂട് ഇങ്ങനെയാണ്. കണ്ടില്ലേ, അത്രയും വലിപ്പമുണ്ട്. 10 മീറ്റർ വലിപ്പത്തിലാണ്. കണ്ട, 5 മീറ്റർ വീതി ഉണ്ട്, 10 മീറ്റർ വലിപ്പം. അല്ലാണ്ട് അതിൽ മീൻ കുയ്യുണ്ട്. അതാ, ആവശ്യമുള്ളവർക്ക് കോഴിക്കാർപ്പിൻ്റെ നല്ല കുട്ടികളുണ്ട് കേട്ടോ. കണ്ടാ, കോഴിക്കാർപ്പ് ഇഷ്ടംമാതിരി, അത് വേറെയുണ്ട്. ഇതും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, അത് നമ്മൾ ചെറിയ ഈ പക്ഷികൾ വന്ന് ചാടരുതെന്ന് എഴുതിയിട്ട് വല ഇട്ടതാണ് കേട്ടോ. നമ്മളെ ഫാമിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു കുളം കളച്ചിട്ട് അതിലാണ് മീനുള്ളത്. വേറെ സ്ഥലത്തുണ്ട്. അതേമാതിരി തന്നെ വേറെ കുഴികൾ 3 ചെറുതുണ്ട് കേട്ടോ. ഇത് കുനൂറ് 5 ഉണ്ട് കേട്ടോ. 2 ഒരു ബ്രീഡാണ്. ഇതൊക്കെ അതിൻ്റെ തള്ളാരാണ് അയക്കുന്നത്. ഇതുണ്ടോ, അതിൻ്റെ കാലിനടിയില്ലേ, അതൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് ആണും പെണ്ണും ഉണ്ട്. അവരെ കുട്ടികളാണ് 3. അത് നമ്മളെ ചെറിയ ഇത് വേറെ ഒന്നുണ്ട്.
അത് മറ്റേ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വേറെ രണ്ടെണ്ണം ഉണ്ട്. അത് മുട്ട ഇട്ടിട്ടില്ല കേട്ടോ, എന്തോന്നും അറിയുന്നില്ല, മുട്ട ഇടുന്നില്ല, ഭയങ്കര പ്രയാസം. അതാ അതുണ്ട് കേട്ടോ. അതൊക്കെ ഇന്നിപ്പോൾ ഒരെണ്ണം അത് ഇരിക്കുന്നു. ആ ലവ് ബേർഡ്സിൻ്റെ കൂടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. എന്താ അപ്പോൾ ആവശ്യമുള്ളത് എല്ലാ കിളികളും ഉണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യുക. ലവ് ബേർഡ്സ് വേണമെങ്കിൽ തരുന്നതാണ്. കണ്ടോ, ലവ് ബേർഡ്സിനെ വേണമെങ്കിൽ കൊടുക്കും. അപ്പോൾ കണ്ടില്ലേ, അതാ കുനൂർ 5 ഉണ്ട് കേട്ടോ. 5 2 അത് തള്ളാരാണ്. അതിൽ കഴിച്ചിട്ട് ബാക്കിയൊക്കെ കൊടുക്കും ആവശ്യമുണ്ടെങ്കിൽ. ഇതാണ് നമ്മളെ കോഴിക്കോട് ഇട്ടാ, കണ്ടില്ലേ. സീറ്റൊക്കെ ഇട്ട് വലിയ കോഴിക്കോടാക്കിയ. ഫുള്ള് പടുത്ത് ഭയങ്കര വലിപ്പമുണ്ട്. 10 മീറ്റർ വലിപ്പാട്ടാ, 5 മീറ്റർ വീതി. അപ്പോൾ ഓക്കെ, ഇപ്പം നമുക്ക് കൂട്ടിലുള്ള കിളികളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഓക്കെ, കറുപ്പാണ് ആണ്. വെള്ള ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിക്കൊരു പെണ്ണിനും കൂടി അതേമാതിരി വെള്ള കൊടുക്കുന്നതാട്ടാ. നമുക്ക് 2 താറാവുണ്ട്, കോഴിക്കളുണ്ട്. അതാ കോഴിക്കൾ കാണുന്നു. നമ്മൾ വലിയൊരു കൂടുണ്ടാക്കി വെച്ചാണ്. കണ്ടോ, അതാണ് കൂട്. ഇത്രയും വലിയ കൂടാണ്. അതിൽ വിട്ടാക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലൊരു ചെറിയ കൂടുണ്ട് കേട്ടോ. അതവിടെ വെച്ചാൽ ശരിയാവില്ല, ഒന്ന് മാറ്റി തിരുത്താനുണ്ട്. അടിയിൽ കുറച്ച് കോൺക്രീറ്റ് ഇട്ട് ലെവലാക്കാനുണ്ട്, പണി തീർന്നിട്ടില്ല. അപ്പോൾ 2 അരയെണ്ണെങ്കിലിനെയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മളിപ്പോൾ നമ്മളെ കോഴിക്കൂട്ടിക്ക് കൊടുന്നതാണ് 2 അരയെണ്ണം. അതാ. അപ്പോൾ ഓക്കെ, നമ്മളെ കോഴിക്കുട്ടികളാണത് കേട്ടോ. കോഴിക്കുട്ടികളല്ല, വലിയ കോഴി. അതിൽ 2 താറാവുണ്ട്. എന്താ അതാ താറാവ്. ചെമ്മക്കുണ്ട്, മറ്റേ ബ്രഹ്മി ചെമ്മക്കനാണത്. ബ്രഹ്മായി എന്താ അതിൻ്റെ പേര്. അതിൻ്റെ ഒരു കോഴിയുണ്ട്, കണ്ടില്ല. ആ 2 അരയണ്ണ, 3 പെണ്ടക. ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് കുളിക്കാനൊക്കെ ഉള്ള ചാടി ഒരു ഡ്രം ഉണ്ടാക്കണം. അതിൻ്റെ പണി ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ അവിടെ വാ, എന്നാ അവിടെ വാ, വാ. അപ്പോൾ ഓക്കെ.